സ്റ്റോറി മലയാളം. എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം. ആനയും തയ്യൽക്കാരനും. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ ഒരു ആനയെ വളർത്തിയിരുന്നു. കുസൃതിക്കാരനായ ആനയെ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ടു. ദിവസവും വൈകുന്നേരം പാപ്പാൻ അവനെ കുളിപ്പിക്കുന്നതിനായി അടുത്തുള്ള കുളത്തിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്ത് ഗ്രാമവാസികൾ അവന് കഴിക്കാനായി പഴങ്ങളും ശർക്കരയും ഓലയും എല്ലാം നൽകും. അവൻ അതെല്ലാം സന്തോഷത്തോടെ വാങ്ങി കഴിക്കുകയും ചെയ്യും. അങ്ങനെ കുളിക്കാൻ പോകുന്ന ആന വയറും നിറച്ചായിരുന്നു തിരിച്ചു മടങ്ങിയിരുന്നത്. ഈ കുളത്തിലേക്കുള്ള വഴിയരികിലായിരുന്നു ഒരു തയ്യൽക്കാരൻ തന്റെ തയ്യൽ കട നടത്തിയിരുന്നത്. അയാൾക്ക് ആനയെ വളരെ ഇഷ്ടമായിരുന്നു. ദിവസവും ആന കുളി കഴിഞ്ഞു മടങ്ങുമ്പോൾ അയാൾ പഴങ്ങൾ നൽകുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ആന തയ്യൽക്കടയുടെ മുൻപിൽ എത്തുമ്പോൾ തന്നെ പഴത്തിനായി തന്റെ തുമ്പിക്കൈ നീട്ടും. അപ്പോൾ തയ്യൽക്കാരൻ സന്തോഷത്തോടെ ആനയുടെ തുമ്പിക്കൈയിൽ പഴങ്ങൾ വച്ചു കൊടുക്കുകയും ചെയ്യും. അവൻ പഴങ്ങൾ കഴിച്ചതിനു ശേഷം തന്റെ തുമ്പിക്കൈ ഇളക്കി അയാൾക്ക് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ഒരു ദിവസം തയ്യൽക്കാരൻ വല്ലാത്ത കോപത്തിലായിരുന്നു. തച്ച തുണി വാങ്ങാൻ വന്ന ഒരാളുമായി പണത്തിന്റെ പേരിൽ അയാൾ കലഹിച്ചിരുന്നു. തയ്യൽക്കാരൻ അങ്ങനെ ദേഷ്യത്തിൽ ഇരുന്നപ്പോഴായിരുന്നു ആനയുടെ അന്നത്തെ വരവ്. നടന്നതൊന്നും അറിയാത്ത ആന എന്നത്തെയും പോലെ തന്നെ പഴത്തിനായി തന്റെ തുമ്പിക്കൈ നീട്ടി. എന്നാൽ കോപത്തിലിരുന്ന തയ്യൽക്കാരൻ മറ്റൊന്നും ചിന്തിക്കാതെ ഉടൻ തന്നെ തന്റെ കയ്യിലിരുന്ന സൂചി വച്ച് ആനയുടെ തുമ്പിക്കൈയിൽ ഒരു കുത്തു കൊടുത്തു. കുത്തുകൊണ്ടതും ആന ഉടനെ വേദന കൊണ്ട് തന്റെ തുമ്പിക്കൈ വലിച്ചു. സൂചി കൊണ്ടുള്ള കുത്ത് അവന് നന്നായി വേദനിച്ചു. ആനയ്ക്ക് വളരെയധികം വിഷമമായി. എന്നിട്ടും അവൻ ഒന്നും മിണ്ടാതെ നടന്നുപോയി. തിരിച്ചു നടന്നപ്പോൾ ആന മനസ്സിൽ കരുതി, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാണ് അയാൾ സൂചി കൊണ്ട് കുത്തിയത്? എന്തായാലും തയ്യൽക്കാരനെ നാളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം. അടുത്ത ദിവസവും ആന പതിവ് പോലെ കുളിക്കാനായി കുളത്തിലേക്ക് പോയി. എന്നാൽ തിരിച്ചു വന്നപ്പോൾ അവൻ പാപ്പാൻ കാണാതെ കുളത്തിൽ നിന്നും തന്റെ തുമ്പിക്കൈ നിറയെ ചെളിവെള്ളം എടുത്തുകൊണ്ടുവന്നു. ആന തയ്യൽക്കടയുടെ മുന്നിലെത്തിയപ്പോൾ തുണികൾ തയ്ക്കുന്ന തിരക്കിലായിരുന്നു തയ്യൽക്കാരൻ. ഉടൻ തന്നെ ആന തന്റെ തുമ്പിക്കൈയിൽ കരുതിയിരുന്ന ചെളിവെള്ളം തയ്യൽക്കാരന്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ആ ചെളിവെള്ളം അയാളുടെ ദേഹത്തും അവിടെ ഇരുന്ന തുണികളിലുമൊക്കെ വീണു. അയാൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. അപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന ആനയാണ് അയാൾ കണ്ടത്. കഴിഞ്ഞ ദിവസം സൂചി കൊണ്ട് കുത്തി വേദനിപ്പിച്ചത് കൊണ്ടാണ് ആന ഇങ്ങനെ ചെയ്തതെന്ന് അയാൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ തയ്യൽക്കാരൻ ആനയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇന്നലെ നിന്നോട് ചെയ്തത് തെറ്റായിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ പെരുമാറില്ല. ഇത് കേട്ടതും ആന തന്റെ തുമ്പിക്കൈ പൊക്കി തലയും കുലുക്കി അവിടെ നിന്നും പോയി. ആനയും തയ്യൽക്കാരനും എന്ന കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് അതുപോലെയായിരിക്കും അവർ തിരിച്ച് നമ്മളോടും പെരുമാറുന്നത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കഥകൾ വായിക്കുന്നതിനായി storyMalayalam.com സന്ദർശിക്കൂ.